കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നല്ല ദിനത്തിൽ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പൈശാചിക പീഡകൾ, ബന്ധനങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വിട്ടുപോകാൻ വേണ്ടി നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം തേടി ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില മേഖലകളെല്ലാം നമ്മളിന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ധ്യാനത്തിൻ്റെ ഈ സമയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് കരങ്ങൾ തുറന്നു പിടിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് തന്നെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ ഈ സമയത്ത് ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം സഭ മുഴുവൻ്റെ മേലും ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും ഒഴുകാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധമാവേ, നിറയണമേ. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേലാവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധമാവേ, നിറയണമേ 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 പരിശുദ്ധമാവേ, നിറയണമേ. പരിശുദ്ധാത്മാവേ, ഈ സമയങ്ങളെല്ലാം മക്കളുടെ മേലും കൃപയ്ക്ക് മേൽ കൃപയൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ, ജെറമിയാ, എസെക്കിയേലും പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി. ജോയൽ പ്രവാചകൻ വഴി അരുളി ചെയ്തു, പരിശുദ്ധാത്മാവിൽ നിറയും നിങ്ങൾ. യെശയ്യാ, ജെറമിയാ, എസെക്കിയേലും പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി. ജോയൽ പ്രവാചകൻ വഴി അരുളി ചെയ്തു, പരിശുദ്ധാത്മാവിൽ നിറയും നിങ്ങൾ. നിറയണമേ നിറയണമേ പരിശുദ്ധമാവേ, നിറയണമേ 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 പരിശുദ്ധമാവേ, നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈയടിച്ച് പാപവും രോഗവും അശുദ്ധിയല്ല, ദൈവത്തിൻ്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശ തകർച്ചയും കുറ്റബോധവും ചാബല്യവും ആവിടും നീക്കിയല്ലോ. പാപവും രോഗവും അശുദ്ധിയല്ല, ദൈവത്തിൻ്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്നു നീക്കിയല്ലോ. നിറയണമേ നിറയണമേ പരിശുദ്ധമാവേ, നിറയണമേ 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 പരിശുദ്ധമാവേ, നിറയണമേ. ഹല്ലേലൂയ 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 അഭിഷേകം. ഈശോ, ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു. അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ. അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി പുതുവത്സരത്തിൻ
സ്വരം മുഴങ്ങി. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു, അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ. അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി, പുതുവത്സരത്തിൻ സ്വരം മുഴങ്ങി. നിറയണമേ നിറയണമേ പരിശുദ്ധമാവേ, നിറയണമേ 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 പരിശുദ്ധമാവേ, നിറയണമേ. ഹല്ലേലൂയ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വലിയ വിടുതലിൻ്റെ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ നടക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കണം. ദൈവിക കൃപകൾ നമ്മളിൽ ധാരാളമായി ഇറങ്ങുവാൻ വേണ്ടി തീവ്രമായിട്ട് നമുക്ക് ആഗ്രഹിച്ച് തീഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കുടുംബങ്ങളെ, ക്രൈസ്തവ കുടുംബങ്ങളെ പ്രത്യേകമായിട്ടും ബന്ധിക്കുന്ന പൈശാചിക ശക്തികളുടെ മേഖലകളെക്കുറിച്ച് അച്ഛൻ പറയുകയാണ്. അത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ബൈബിളിൽ പൈശാചിക അരൂപികൾ പ്രവർത്തിച്ചിട്ടുള്ള ശൈലികളും രീതികളും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പൈശാചിക ശക്തികളുടെ മേഖലകളെക്കുറിച്ചുള്ള ഇന്നത്തെ വചനം വളരെ ഗൗരവമായിട്ട് പ്രത്യേകിച്ച് യുവജനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്കറിയാം, ദൈവവചനത്തിൽ പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ ഈശോ മരുഭൂമിയിൽ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ സാത്താൻ അവിടെ വന്ന് ഈശോയെ പ്രലോഭിപ്പിക്കുന്ന പ്രലോഭനം കൊണ്ട് ടെംപ്റ്റേഷൻ കൊടുക്കും. ആ ടെംപ്റ്റേഷന് വളരെ പ്രത്യേകതയുണ്ട്. അതിനുമുമ്പ് നമ്മൾ കാണുമ്പോൾ ഒരു വചനം കൂടി ചേർത്താലേ ശരിക്കും അത് മനസ്സിലാവുള്ളൂ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-17 വചനത്തിൽ നമുക്ക് കാണാം ഈശോ മാമോദിസ സ്വീകരിക്കുന്ന സംഭവം. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേൽ വന്ന് ഇറങ്ങി. അപ്പോൾ അടുത്ത അരൂപിയാൽ നിറയപ്പെടുന്ന മാമോദിസ സ്വീകരിച്ച ഈശോ മരുഭൂമിയിലേക്ക് പോകുന്നു, പ്രാർത്ഥിക്കാൻ പോകുന്നു. 40 ദിനരാത്രങ്ങൾ സ്വർഗപിതാവിൻ്റെ കൂടെ എന്തിനിരിക്കുന്നു? ദൈവവചനം പഠിക്കുന്നൊരു കാലഘട്ടം. ഈശോ ദൈവവചനം കേൾക്കുക, സ്വർഗപിതാവിൻ്റെ ഇഷ്ടങ്ങൾ ഹിതങ്ങൾ പഠിക്കുക. ശരി, വചനം ഞങ്ങളൊക്കെ സുവിശേഷ പ്രസംഗത്തിന് പോകുന്നതിന് മുമ്പ് ദൈവവചനമിരുന്ന് ഹൃദയത്തിലേക്ക് നിറയ്ക്കുന്ന അതേ സംഭവം ലൂക്കാ 2:19, ലൂക്കാ 2:51 പറയുന്ന പോലെ മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഭവിക്കും. വചനം ഹൃദയത്തിൽ വയ്ക്കുന്നു. ഈശോ വചനം നിറഞ്ഞുകൊണ്ട് വരികയാണ്. വചനമായേശ്, ദൈവവചനമായേശ് പ്രാർത്ഥിച്ചു വരികയാണ്. ഭയങ്കര പവറോടുകൂടി, ഭയങ്കര ശക്തിയോടുകൂടി വരുമ്പോൾ ആദ്യം കണ്ടുമുട്ടുന്നത് പിശാചിനെയാണ്. പലപ്പോഴും പിശാചുക്കൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുന്നത് അഭിഷേകം കിട്ടിയവരോടാണ്, അഭിഷേകമുള്ളവർ. അപ്പം അവരെയാണ് എപ്പോഴും വഴിതെറ്റിക്കാനുള്ളൊരു ശ്രമം നടത്തും. നല്ല കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളെ, ആൺകുട്ടികളെ, അത് പിശാചിന് അതിനൊരു ടാർജറ്റ് ഉണ്ട്. സമൂഹത്തിൽ നല്ല ആൾ, നല്ല കുടുംബങ്ങൾ,
നല്ല ഭാര്യ ഭർത്താക്കന്മാർ, നല്ല വൈദികർ, നല്ല സന്യസ്തർ, അവരെ തകർക്കുക എന്നുള്ളതാണ് അവന് ഏറ്റവും കൂടുതൽ ആവശ്യം. കാരണം ആ നന്മ, അവരിലെ കൃപ ജനത്തിലേക്ക് ഒഴുകി വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും അത് മുഴുവൻ ചെയ്യുക എന്നുള്ളതാണ് അവൻ്റെ ജോലി, പിശാചിൻ്റെ ജോലി അതാണ്. അപ്പോൾ അവന് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഈശോ ആത്മാവിൽ നിറഞ്ഞു വരുമ്പോൾ ഈശോ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഈശോ വിശന്നിരിക്കുക. അപ്പോൾ ഒരു വീക്ക് പോയിന്റ് കണ്ടുപിടിക്കുക. ഒരാളുടെ വീക്ക് പോയിൻ്റാണ് ആദ്യം കണ്ടുപിടിക്കുക. പിശാചപ്പോൾ ഒരു വീക്ക് പോയിൻ്റാണ്. അപ്പോൾ നീ ചിലപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ മുന്നിൽ പോടിക്കുന്നത്, മൊബൈൽ ഫോൺ ഒരുപാട് ഉപയോഗിക്കുന്നൊരു വ്യക്തി, അതാണ് നിൻ്റെ വീക്ക് പോയിന്റ്. ഒരുപക്ഷെ നിൻ്റെ സംസാരമായിരിക്കും വീക്ക് പോയിന്റ്, ചിലപ്പോൾ നിൻ്റെ വസ്ത്രധാരണയായിരിക്കും ഒരു വീക്ക് പോയിന്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഈ ഒരു വളരെ ചെറിയ കാര്യത്തിന് അസ്വസ്ഥതപ്പെടുന്ന ഒരു അത് നിൻ്റെ വീക്ക് പോയിന്റ്. അതാണ് ഇവിടെ നോക്കുമ്പോൾ ഈശോ എടുത്തിരിക്കുന്ന വാക്ക് കാണാനുള്ള വീക്ക് പോയിന്റ്. അവൻ കണ്ടത് ഈശോ 40 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഈശോയ്ക്കൊരു ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം ചിലക്കൊണ്ട് ഭക്ഷണമാണ് അവരുടെ വീക്ക് പോയിന്റ്. ഫിലിപ്പി ലേഖനം 3:19-20 ഉദരമാണ് അവരുടെ ദൈവം, നാശമാണ്. ചില ഫ്രണ്ട്ഷിപ്പുകളൊക്കെയാണ്, ചില ആത്മബന്ധങ്ങളൊക്കെ ഉണ്ടാക്കുന്നിടത്തെല്ലാം ഫുഡ് ഒരു പരിപാടിയുണ്ട്. ഫുഡ് കൊടുക്കും. ഉദരമാണ് അവരുടെ ദൈവം, നാശമാണ് അവരുടെ ഉദരമാണ് അവരുടെ. അപ്പോൾ അവർക്ക് ചിലർക്ക് ഇഷ്ടമാണ് നല്ല ടേസ്റ്റി ഫുഡ് കിട്ടണം, എത്രയും കൂടിയ സാധനങ്ങൾ എന്നൊക്കെ കൊണ്ട് ബാർബിക്യൂ ഒക്കെ പറയുന്നതും സ്റ്റേക്ക് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളും, അല്ലെങ്കിൽ അതുപോലത്തെ ഇൻ്റർനാഷണൽ കുഷിൻസൊക്കെ ഭയങ്കരമായ സംഭവങ്ങൾ ഫുഡ് എടുക്കും. അല്ലെങ്കിൽ അത് കിട്ടിയാൽ മതി. അപ്പോൾ അത് കൊടുക്കുകയാണ്. കാരണം ഇവൻ വശത്താക്കുന്ന ഫുഡിലൂടെയാണ്. ഈ ഫുഡ് പലതുണ്ട്. ശരീരത്തിന് വേണ്ടത് ഫുഡ്, ഇതാണ് ഭക്ഷണം. ചിലർ ശരീരത്തിന് ക്രൈസസ് ഉണ്ട്. അപ്പോൾ ഇത് മനസ്സിൻ്റെ വീക്ക് പോയിന്റ്. നിൻ്റെ മനസ്സിൻ്റെ വീക്ക് പോയിന്റ് നിൻ്റെ കണ്ണുകളിലും നിൻ്റെ ശരീരത്തിൻ്റെ ചലനങ്ങളിലും ആൾക്കറിയാൻ പറ്റും. നിൻ്റെ വാട്ട് ഈസ് യുവർ വീക്ക് പോയിന്റ്. അപ്പം അത് കാണുമ്പോൾ ആ ദിനത്തിൽ അപ്പം ഏത് ഭക്ഷണമാണ് ഈ കുട്ടിക്ക് ആവശ്യം? ചിലർക്ക് ഭക്ഷണമാണ് ആവശ്യം, ചിലർക്ക് മദ്യമാണ് അവനെ ബന്ധിക്കാൻ പറ്റുന്ന സംഭവം. ചിലക്ക് വേണ്ട പേരും പെരുമ ഒന്ന് പൊക്കിയാൽ മതി, നന്നായിട്ടൊക്കെ പൊക്കിയാൽ മതി. നീ വലിയ ആളാ, മിടുക്കിയ ഒന്ന് പൊക്കിയാൽ മതി. നല്ല ഡ്രസ്സിങ് ആണ്, വെരി ബ്യൂട്ടിഫുൾ. നിന്റെ കണ്ണ് നല്ല, ചെവി നല്ല, മൂക്ക് നല്ലതാണ്. ഇത് പറയുമ്പോഴേ ഓർത്തോണം, അവൻ ഒന്നാന്തരം കുട്ടിപ്പിശാച. കാരണം നിന്നെ തിന്നാൻ വന്നിരിക്കുന്നത് ചെന്നായാണത്. അത് സാവധാനമേ വരുള്ളൂ. ആടുകളുടെ വേഷമിട്ട് വരുന്ന വ്യാജ പ്രവാചകനാണവൻ. അവൻ വരുന്നത് നിന്നെ കൊല്ലാനാണ്. അതിൻ്റെ കയ്യിലുള്ള. അപ്പം ഇതിൻ്റെ വളരെ സ്നേഹത്തോടെ ആദ്യം പറയാം, എനിക്കൊന്നും വേണ്ട. എനിക്കൊരു അക്രൈസ്തവ മനുഷ്യൻ പയ്യൻ, ഇവന് ക്രൈസ്തവ പെങ്കൊച്ചനെ പ്രേമിച്ച സ്ഥലം എനിക്കറിയാം. അവന് അപ്പോൾ ഇവള് പറഞ്ഞു, നീ എന്നെ പ്രേമിക്കുമോ? അപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഈശോ ഉപേക്ഷിക്കാൻ പറ്റും. ഞാൻ ഉപേക്ഷിക്കും. അപ്പം പറഞ്ഞു, ഞാനും ഉപേക്ഷിക്കത്തില്ല, എനിക്ക് പരിശുദ്ധ ഞാനും ഉപേക്ഷിക്കും. അപ്പോൾ പള്ളി വരാം. ഇവൾ കൊന്ത എല്ലാം ഒരുമിച്ച് നീങ്ങി. പക്ഷേ ഇത് കല്യാണം വരെയുള്ളൂ. കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് മാറി. കൊച്ച് തകർന്ന് തരിപ്പണമായിട്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഇത് നിൻ്റെ ചിലപ്പം പ്രാർത്ഥനാ ജീവിതം തന്നെയായിരിക്കും ചിലപ്പോൾ നിൻ്റെ വീക്ക് പോയിന്റ് ആയിട്ട് എടുക്കുക. അപ്പം ഏത് രീതിയിലാണ് നിനക്ക് ഇഷ്ടപ്പെട്ടൊരു രീതി അവൻ കണ്ടുപിടിക്കാൻ. ബട്ട് ഈശോയുടെ അടുത്ത് വരുന്ന പിശാച് അവൻ കണ്ടുപിടിക്കുന്ന വീക്ക് പോയിന്റ്. ഈശോ ഭക്ഷണം 40 ദിവസം കേട്ടില്ല. അപ്പോൾ അവനടുത്ത് ഈശോയ്ക്ക് വിശപ്പ് കാണുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്ന് ഇട്ട് നോക്കാം, ഒന്ന് കല്ലെറിഞ്ഞ് നോക്കാം, ഇതെറിഞ്ഞാൽ പറ്റും. അതുകൊണ്ട് ചിലർക്ക് ചാറ്റിങ്ങിന് ചില സന്യാസം ഇട്ട് കൊടുക്കുമ്പോഴാ കൊളുത്തുവോ നോക്കും, അവിടെ പിടിവീഴോ. ആണ് പിശാച് വരുന്ന വഴി അറിയണം. എന്തുകൊണ്ട് ഈശോയ്ക്ക് ഇതൊന്നും ബാധിക്കാമെന്നറിയാമോ? നമുക്കറിയാം, ഞങ്ങൾ പണ്ട് ഞാൻ എൻ്റെ സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഒരു ധ്യാനമുണ്ട്. ആ ധ്യാനത്തിൽ വെച്ച് ധ്യാനഗുരു പറഞ്ഞൊരു വാക്ക് എന്നും എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്ന കാര്യമാണ്. അത് പറഞ്ഞിങ്ങനെ വേറെ രീതിയിലാണ്. അതായത് നമ്മുടെ ചുറ്റുമുള്ള മെഴുകുതിരികൾ കെട്ടുപോകുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും സങ്കടപ്പെടും, ഇരുണ്ടു പോകുന്ന പോലെ. ചിലരുടെ ജീവിതം അതോട് ഇരുണ്ടു പോവുക. അതിന് കാരണം ഈ മുറിക്കകത്തുണ്ട്. വെളിയിലാണെങ്കിൽ പറയും സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ, ഇങ്ങനെ മുകളിൽ നിന്നൊരു സൂര്യപ്രകാശം നമ്മുടെ മേൽ ഉദിച്ചു നിൽപ്പുണ്ടെങ്കിൽ ഈ ചുറ്റുമുള്ള മെഴുകുതിരികൾ എത്ര കെട്ടാലും അത് നമ്മളെ ബാധിക്കില്ല. അതായത് ദൈവസ്നേഹം, അത് ദൈവാനുഭവം, ഉന്നതത്തിന് ഉയർന്നൊരു അനുഭവം, ഉയർന്നൊരു സംഭവം നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ തരംതാണ പ്രവർത്തികളിലേക്ക് നമ്മൾ പോകില്ല. ഈ തരംതാണ പ്രവർത്തികളെ വലുതായിട്ട് കാണുന്നതിൻ്റെ കാരണം ഈ ഒരു സൂര്യൻ നിനക്ക് അസ്തമിച്ചു പോയി എന്നുള്ളതാണ് പ്രത്യേകത. ദൈവ സാന്നിധ്യം നിനക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് നിന്റെ പ്രശ്നം.
അതുകൊണ്ട് ഇവിടെ ഉണ്ടായ അനർത്ഥത. അതുകൊണ്ടാണ് ഈ പെങ്കൊച്ച് ഇവൻ്റെ പുറകെ നടക്കുന്നത്. ഇവനാണ് അവളുടെ പ്രകാശം. ഇവനൊന്നും വിശ്വസിച്ച് ജീവിച്ചേക്ക്, ഇവളാണ് ഇവൻ്റെ പ്രകാശം വരികയാണ്. അപ്പോൾ ഇത് വീക്ക് പോയിന്റ്. ഈശോയുടെ അടുത്ത് ഭക്ഷണം ചോദിക്കുകയാണ്. ഈശോ നിനക്ക് അതുകൊണ്ട് അത്ഭുത ശക്തി ഉണ്ട് ഈശോയ്ക്ക്. അപ്പോൾ ഈശോ മിറക്കിൾ. അപ്പോൾ ഈശോ വളരെ കൺവിൻസ്ഡ് ആണ് ദാറ്റ് ഹി ഈസ് എംപവേർഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഹി ഈസ് ആൻ അനോയിന്റഡ് വൺ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അഭിഷിക്തനാണെന്ന് ഈശോയ്ക്ക് അറിയാം. അപ്പോൾ അവൻ്റെ അത്ഭുതം തന്നെ വെച്ചു. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഞങ്ങളൊക്കെ ചിലതും അച്ഛൻ അത്ഭുതമൊക്കെ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ പരിശുദ്ധം പറയും, ഓടിക്കോളം പറയും, അടുത്ത വണ്ടി കയറി പ്രസിലോഷ് ധ്യാനത്തിന് പറയും, ഇവിടുന്ന് പിടിച്ചേക്കരുതെന്ന് പറയും. ഇതൊന്നും പിടിച്ചേക്കരുത്. കാരണം ഇത് ചിലപ്പോൾ ഈ പറയുന്നത് ചിലപ്പോൾ ആരാണ് ചോദിക്കുന്നതെന്ന് പറയും. എപ്പോൾ ചോദിക്കുന്നവൻ്റെ ഉദ്ദേശം മനസ്സിലാക്കണം. നിന്നോട് സംസാരിക്കുന്നവൻ്റെ ലക്ഷ്യം നീ അറിഞ്ഞിരിക്കണം. ട്രാപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത നിമിഷം ഇവൻ ചോദിക്കുകയാണ്, ഈശോട് ചോദിക്കുക, ഈ കല്ലുകളോട് നീ ഇത് വചനം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവപുത്രനാണെങ്കിൽ നീ കല്ലുകൾ അപ്പോൾ ആകാൻ പറയും. നീ ദൈവപുത്രനാണെങ്കിൽ, നീ വലിയ കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ, ഇത് വലിയ ആളാണെങ്കിൽ ഇത് കാണിക്കുക. അപ്പോൾ ഒരു വെല്ലുവിളി നടത്തുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില വെല്ലുവിളികൾ എടുക്കാൻ പറയും, എടുത്തേക്കരുത്. ഒന്നും ചെയ്യരുത്, എല്ലാത്തിനൊരു സമയമുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് ഈശോ അവിടെ പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. ഈശോ പറഞ്ഞു, ഈ ഭക്ഷണം കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് ദൈവവചനം കൊണ്ടാണ്. ഈ ഭക്ഷണം, ബൈബിളിൽ ഭക്ഷണവും വചനവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. യോഹന്നാൻ 6:63 പറയുന്ന ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവ് ജീവനുമാണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവ് ജീവന്. അപ്പോൾ ഈ വചനവും അപ്പോൾ ഭയങ്കര ബന്ധമുണ്ട്. രണ്ടും ഒന്നാണ്. രണ്ടും ഒരുപോലെ നിൽക്കുവേ. ശരിക്കും നമുക്ക് ഇവിടെ വേണ്ടതെന്താ? ഇവിടെ നോക്കി ഈശോ പറയുക, ദൈവവചനം കിട്ടിയാൽ അതൊരപ്പമാണ്, ജീവൻ നൽകുന്ന, അഭിഷേകം നൽകുന്ന. ഈശോ എനിക്കതുണ്ട്, എനിക്ക് വിശപ്പില്ല. ശരിക്കും അർത്ഥം എന്നറിയോ? ആത്മാവിന് വിശപ്പില്ലാത്തവന്, മനസ്സിന് വിശപ്പ് നഷ്ടപ്പെട്ടവന് ശരീരത്തിന് ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല. ദൈവബന്ധത്തിൽ ആഴത്തിൽ കഴിയുന്നവന് ലോകസുഖങ്ങളുടെ ആവശ്യമില്ല. അവൻ എന്തുകൊണ്ട് വലിയ താമസ ജീവൻ നയിക്കുന്ന സന്യാസികൾക്ക് അവർക്ക് ഏറ്റവും ചെറിയ ഭക്ഷണം പോലും അവർക്ക് വലിയ ആനന്ദമാണ്, അവർക്ക് വലിയ ആഹ്ലാദമാണ്, തൃപ്തിയാണ്, അവർക്ക് സാറ്റിസ്ഫാക്ഷനാണ്. കാരണം അവരുടെ ഉള്ളിൽ അതിനേക്കാളും വലിയൊരു ഭക്ഷണം കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. അന്ന് യോഹന്നാൻ 4 പറയും, നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട്, എനിക്ക്. അതുള്ളപ്പോൾ ഈ ഭക്ഷണത്തിന് എനിക്കതിന് വലിയ വാല്യൂ ഇല്ല. ഇത് ലോകത്തെ മനുഷ്യന് അമിതമായ പ്രാധാന്യം ഫുഡിന് കൊടുക്കുന്നതിൻ്റെ കാരണം തന്നെ അവന് ദൈവബന്ധം, വചനമാകുന്ന ഭക്ഷണം അവൻ്റെ ഹൃദയത്തിലില്ല. ഫുഡ് അഡിക്ഷനാണ് അവൻ. കോടികൾ, ലക്ഷക്കണക്കിന് രൂപയാണ് കളയുന്നത്. അവന് അത് തന്നെയാണ് അവൻ്റെ കുഴപ്പം. 1 തിമോത്തി 6:6-7 വചനം പറയേ, അതായത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണെന്ന് പറയുമ്പോൾ തൃപ്തിപ്പെടാൻ പറ്റണേ, തൃപ്തിയില്ല ഇവനെ. അപ്പോൾ ഇവിടെ ഈശോയോട് പറയാം, വചനം കഴിക്കാൻ പറയാം. അല്ല, ഇവൻ പറയാം, കല്ലുകൾ അപ്പമാക്കാം. നീ ഒരു മിറക്കിൾ ചെയ്യുക. കല്ലുകൾ, ഇതെന്നെ കല്ലെന്ന് വെച്ചാൽ മറ്റുള്ളവൻ്റെ ബലഹീനതകളെ അപ്പമാക്കുകയാണ്. നമ്മളോടൊക്കെ പറയുന്ന അതാണ്. ഇത് നമ്മളുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. മറ്റുള്ളവൻ്റെ കുറവുകളെ, ഇപ്പോൾ കടബാധ്യത കഴിയുന്നവനെ, അവനെ ചിലപ്പോൾ അവന് വലിയ കടക്കണയിലാക്കുക. അവൻ്റെ സ്ഥലവും ഓരോ വിധത്തിൽ ഒരു കല്ല് വിഷമിക്കുന്നവനെ അവൻ അവിടെ അവൻ അപ്പമാക്കാൻ പറയാം. നമുക്ക് അവനെ അപ്പമാക്കിയെടുക്കാം. ഈശോ പറയുക, ഇത് കഴിക്കാൻ പറയാം. ഈശോ പറഞ്ഞു, വചനമാണ് എൻ്റെ ഭക്ഷണം, ദൈവവചനമാണ്. കാരണം ഈശോ വചനം നമുക്കറിയാം. യോഹന്നാൻ 1:1-3 വരെ ആദിയിൽ വചനമുണ്ടായത്, വചനം നമുക്ക് ഈശോ വചനമാണ്. ഈശോയ്ക്ക് വേറൊന്നും വേണ്ട. ദൈവവചനം ഹൃദയത്തിൽ ആഴത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണാസക്തി, അങ്ങനെയുള്ള ആസക്തികൾ നമ്മളൊന്ന് വിട്ടുമാറും. അതിന് യാതൊരു സംശയം. അതുതന്നെയാണ് യോഹന്നാൻ 4:10 പറയുന്ന ദൈവത്തിൻ്റെ ദാനം നമ്മൾ അറിയണം. ആ ദാനം നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് ദൈവവചനം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പിന്നെ വിശപ്പ് കുറയേ. രണ്ടാമത്, അപ്പോൾ അവിടെ വെച്ച് പിശാചിൻ്റെ പ്രലോഭനം ഈശോ അവനെ തോൽപ്പിച്ചു. രണ്ടാമത്തവന് ഉടനെ ഈശോയ്ക്ക് അപ്പോൾ ഈശോ വചനം പറഞ്ഞു. അപ്പം അവന് വചനം കൊണ്ട് നിറഞ്ഞവനാ. അപ്പം വചനം നിറഞ്ഞവനെ വചനം കൊണ്ട് തന്നെ പൂട്ടാൻ പോവുക. അടുത്താണ് അവൻ്റെ പരിപാടി.
അഭിഷേകം നിറഞ്ഞവനെ അവൻ അപ്പം കൊണ്ട് പൂട്ടാൻ നോക്കുന്നു, അത്ഭുതം കൊണ്ട് പൂട്ടാൻ നോക്കുന്നു. അത്ഭുതം കാണിക്കാൻ പറഞ്ഞുകൊണ്ട് പൂട്ടുന്നില്ല. രണ്ട്, വചനമായി ഈശോയോട് വചനം പറഞ്ഞവൻ വീഴിക്കുന്നു. അതാണ് അടുത്തത്. ഈശോയോട് പറഞ്ഞു, ദേവാലയത്തിന് മുകളിൽ കയറി ചാട്. അത് സങ്കീർത്തനം 91 നമ്മളെക്കാളും കൃത്യമായിട്ടും ചൊല്ലുന്നത് എനിക്കൊന്ന് പിശാചാന്ന് തോന്നുന്നു. പ്രൈസ്. കാരണം അതുകൊണ്ടാണല്ലോ അവനത് കൃത്യമായിട്ട് സങ്കീർത്തനം 91 പറയുന്നത്. അതായത് നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ നിൻ്റെ മാലാഹമാർ, ദൈവദൂതന്മാർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളൂ എന്നുള്ള വചനമൊക്കെ പറഞ്ഞേ. ഈശോടൊക്കെ പറയും, വചനമൊക്കെ പറയാം, സൂക്ഷിച്ചോണം. ദൈവവചനം നിറഞ്ഞവരുടെ അടുത്ത് വചനവുമായിട്ട് പോലും പിശാച് വരും. അതാണ് അവൻ്റെ അതിഭയങ്കരമായ ബുദ്ധിയാണ് അപ്പോൾ അവൻ വഴിതെറ്റിക്കാനാണ് വചനത്തിലൂടെ ആ വചനം കൊണ്ട് തന്നെ അവനെ വഴിതെറ്റിക്കാൻ നോക്കുക. അതാണ് ചിലപ്പോൾ ചില പെന്തക്കോസ്റ്റൽ ടീച്ചിങ്സ് ഒക്കെ വരുമ്പോഴേ പരിശുദ്ധ അമ്മയ്ക്കെതിരെ പറയാൻ പറയും. സ്ത്രീയെ എന്ന് വിളിച്ചിട്ടുണ്ട്, അവിടെ സ്ത്രീ, ഇവിടെ സ്ത്രീ, ഇവിടെ സ്ത്രീ. യോഹന്നാന്റെ സുവിശേഷം എന്താണെന്ന് പോലും അവനറിയില്ല. യോഹന്നാന്റെ സുവിശേഷം അറിഞ്ഞുകൂടാ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അറിഞ്ഞുകൂടാ. അവൻ പരിശുദ്ധ വചനം എടുത്തിട്ട് എറിഞ്ഞിട്ട് അവൻ പിടിച്ചോണ്ട് പോകും. വചനം കൊണ്ട് ദൈവമക്കളെ പിടിച്ചോണ്ട് പോകും. അത് അവൻ്റെ ഒരു ശൈലിയാണ്. സൂക്ഷിക്കണമെന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവൻ്റെ കെണിയിൽ വീഴരുത്. ഇത് കെണിയാണ്. മൂന്നാമത് പിശാച് അവനോട് ഈശോ പറയുന്നത്, എൻ്റെ മുമ്പ് കുമ്പിട്ട് ആരാധിക്കുക, എല്ലാം നിനക്ക് തരാം. പിശാചിൻ്റെ എപ്പോഴും പ്രത്യേകമുണ്ട്, എല്ലാം തരാം, നീ ചോദിക്കുന്നതിലും കൂടുതൽ തരാം, പക്ഷേ നീ കുമ്പിട്ട് ആരാധിക്കണം, ഇത് എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ എല്ലാം തരാം. അപ്പോൾ ഇവിടെ പ്രലോഭനം ഈശോയെ പ്രലോഭിപ്പിക്കുന്നു. പക്ഷേ ഈശോ അവസാനം ഗോ അവേ സൈറ്റൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൽ പല മോഹങ്ങൾ തരും. പണം തരാം, പെണ്ണ് തരാം, സുഖം തരാം, ആണ് തരാം, ജോലി തരാം, അത് തരാം, ഇത് തരാം, ഇത് തരാം, സ്വർണ്ണാഭരണം, നല്ല വിവാഹം നടത്തില്ല, എല്ലാം തരാം. ഒരു വഴി, എല്ലാം നേരായ വഴിയിലൂടെ അല്ല, വഴിവിട്ട മാർഗങ്ങളിലൂടെ അത് തരാം, ഇത് തരാം, ചിലപ്പോൾ ആത്മീയത പോലും തരാം, അഭിഷേകം പോലും തരാം എന്ന് പറയുന്ന ആളുകൾ അതിൻ്റെ ഭിന്നി പ്രവർത്തിക്കുന്നത് പൈശാചിക അരൂപിയാണ്. രണ്ട്, ഞാൻ ഈശോ അടുത്ത വചനത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാം നിങ്ങളെ. മത്തായിയുടെ സുവിശേഷം 16 എടുക്കണേ. മത്തായി 16:23. അവിടെ വെച്ച് പത്രോസിനോട് ഈശോ പറയുന്ന വാക്ക്. ആദ്യം പത്രോസ് ഈശോയോട് പറയുന്നുണ്ട്, ഈശോ ഈ ജെറുസലേമിലേക്കുള്ള യാത്ര, സഹനത്തിൻ്റെ കാര്യങ്ങൾ പറയും. പത്രോസ്, കർത്താവേ നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഉടനെ ഈശോ പറഞ്ഞു, എന്നോട് പറയുന്നുണ്ട്, സാത്താനെ നീ എൻ്റെ പിന്നിൽ പോ. പത്രോസാണ് ദൈവം തിരഞ്ഞെടുത്തവനും, പക്ഷെ അവൻ്റെ സ്വരം വേറെയാണ്. പഴയ നിയമത്തിൽ ഇസ്ഹാക്ക് പറയുന്ന പോലെ യാക്കോബിനോട് പറഞ്ഞ്, അതായത് ഈ സ്വരം യാക്കോബിൻ്റെതാ, പക്ഷേ വസ്ത്രം വേറെ ആളുടെ. വസ്ത്രം യേസാവിൻ്റെതാണ്, മണം ശരിക്കും യേസാവിൻ്റെ മണമാണെങ്കിൽ ശബ്ദം വേറെയാണ്. നോക്കി, ഇത് അതാണ് നുണയൻ്റെ ശൈലി. അതാ അവന് എപ്പോഴും സത്യത്തിൻ്റെ വേഷമിട്ടിട്ട് അതിനകത്തൂടെ അവൻ കയറി വരും. അപ്പം നിങ്ങളുടെ ചില ബന്ധങ്ങളൊക്കെ കയറി വരാവുന്ന കാര്യമാണിത്. സത്യത്തിൻ്റെ വേഷം ഇട്ടുകൊണ്ട് വരും, പക്ഷെ അതിനകത്ത് വേറെ സ്വരമാണ്. ഇവിടെ പത്രോസ് നോക്കി വരുമ്പോൾ പത്രോസ് പറയുന്ന പത്രോസിൻ്റെ, പക്ഷെ അവൻ്റെ സ്വരം വേറെയാണ്. അവൻ്റെ സ്വരത്തിൽ ദൈവപദ്ധതിയെ തകിടം മറിക്കുക എന്നുള്ളതാണ്. ക്രിസ്തു ഈശോയെ സഹനത്തിൻ്റെ വഴിയിൽ നിന്ന് മാറ്റാനാണ്, കുരിശുമരണത്തിൻ്റെ വഴിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയാണ്, സ്വർഗപിതാവിൻ്റെ ഇഷ്ടം നിന്ന് മാറ്റാൻ വേണ്ടിയാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ നിങ്ങൾ ചേരുന്ന ഉപദേശങ്ങൾ, അതിൽ ചില പിശാചിൻ്റെ ഉപദേശം, പക്ഷേ കേട്ടാൽ ശരിയാണെന്ന് തോന്നും. നീ വേദനിക്കരുത്, നിനക്ക് സഹനം വരരുത്, നിനക്ക് വിഷമമാണോ, നിനക്ക് സങ്കടമാണോ, നിനക്ക് ദുഃഖമാണോ, ഭയങ്കര സങ്കടമൊക്കെ അറിഞ്ഞുകൊണ്ടില്ല. നമ്മൾ ഭയങ്കര ഞങ്ങൾ പറയും ഈ സ്നേഹം കാണിച്ച്, സെൻറ്റിമെൻറ്റ് കാണിച്ച് ഒത്തിരി പേര് വരെ അതൊക്കെ സൂക്ഷിക്കണം. കുടുംബ ബന്ധങ്ങളൊക്കെ വരുന്നതാണിത്. അപകടം ചെയ്യേ. വീണ്ടും കാണാം അടുത്തൊരു സംഭവം കൂടെ. യൂദാസ് ഈശോയുടെ ശിഷ്യനാണ്. ഇത് രണ്ട് ശിഷ്യനാണ്. പത്രോസ് ഈശോയുടെ ശിഷ്യനാണ്. അവൻ വരുന്നത് ഈശോയുടെ മുന്നിൽ കയറി നിന്നിട്ട് ഞാൻ ഈശോയോട് പറയും, ഈശോയെ നീ എന്നെ ഏതായാലും എന്നെ ഇതിൻ്റെ എല്ലാം 12 പേരുടെ തലവനാക്കി ശിക്ഷയ്ക്ക് സ്ഥിതിക്ക് ഇനി ഞാൻ നിന്നെ നയിക്കാം. എപ്പോഴും തിരുസഭയുടെ മുമ്പിൽ ഒത്തിരി പേര് വരാറുണ്ട്. എല്ലാ കാലങ്ങളും മെത്രാന്മാരുടെ അടുത്തൊക്കെ ചെല്ലുമെന്ന് പറയും, ഞങ്ങൾ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ സഭയുടെ പ്രശ്നം മുഴുവൻ തീരും. എല്ലാ പ്രശ്നവും തീരണമെങ്കിൽ ഞങ്ങളെ കേട്ടാൽ മതി. ഈ പോകുന്ന വഴിയൊന്നും ശരിയല്ല. ഇങ്ങനൊന്നും പോയാൽ സഭയ്ക്ക് വളരാൻ പറ്റത്തില്ല. വചനത്തിൽ ഇത്ര ഒന്നും മുറുകെ പിടിക്കരുത്, 10 പ്രമാണമൊന്നും ഇത്ര മുറുകെ പിടിക്കരുത്, ദൈവകൽപ്പനകൾ ഇച്ചിരി കയവ് വരുത്തണം, ഉപവാസവും പ്രാർത്ഥന ഇത്രയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, വചനം ഇത്രയൊന്നും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല, പള്ളിയിൽ എല്ലാ ദിവസവും പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കോവിഡ് കാലം കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയല്ല വന്നത്, പിന്നെ ഇങ്ങനെയൊക്കെ പോയാൽ പോരെ.
ഇത് പ്രത്യേക രീതിയിലുള്ള സംഭവം പറയേ. അവൻ ആ സ്വരം തിരിച്ചറിയണം. ആ സ്വരം കള്ളൻ്റെ സ്വരവാ. യോഹന്നാൻ 10:10 ആരംഭത്തിൽ പറയുന്ന പോലെ, കള്ളം വരുന്നത് കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനുമാണ്. ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായിട്ടുണ്ടാകാനും. അപ്പോൾ കള്ളൻ്റെ സ്വരം തിരിച്ചറിയണം. അത് അത് വളരെ ജാഗ്രത. ഞങ്ങൾക്ക് ശുശ്രൂഷാ ജീവിതത്തിൽ പോകുമ്പോൾ വളരെയധികം ക്ലേശം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്വരങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സംതിങ് വെരി വെരി ഡിഫിക്കൽട്ട്. പക്ഷേ ദൈവാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കും. വീണ്ടും മൂന്നാമത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വചനം. അപ്പക്കഷണം സ്വീകരിച്ച് തന്നെ തുടർന്ന് അവൻ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. പിന്നെ ശേഷം പറയുന്നു ഒരു വചനം കൂടി ഉണ്ട് കേട്ടോ. യോഹന്നാൻ 13:27. അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. നോക്കിക്കേ, സാത്താൻ പ്രവേശിച്ചു. ശരിക്കും അവിടെ എല്ലാവരും പറയാറുണ്ട്, എന്താണ് ഈ ജൂദാസ് എന്ന വ്യക്തി എന്ന്. ഹൂ ഈസ് എ ജൂഡ്? പലപ്പോഴും നമ്മൾ എല്ലാവരും ജയിച്ചവൻ്റെ ചരിത്രം പറയാം, ജയിച്ചവരുടെ എല്ലാ ചരിത്രവും, നന്മ ചെയ്തവരുടെയൊക്കെ ചരിത്രം പഠിക്കുന്ന ആൾ. പക്ഷേ തോറ്റ ഒരുത്തിൻ്റെ ചരിത്രം പഠിക്കുന്ന നല്ലതാണ്. യൂദാസ് ജീവിതത്തിൽ ആത്മഹത്യ ചെയ്ത തോറ്റൊരുത്തൻ്റെ ജീവചരിത്രം. അവൻ എന്താണ് പറ്റും? വാട്ട് ഈസ് ഹിസ് പ്രോബ്ലം? അതായത് ഈ അന്ത്യത്താഴത്തിൻ്റെ മേശയിൽ നിന്ന് ഇവൻ ഇറങ്ങിപ്പോകുന്നത് എന്തിനാ? ശരിക്കും ഈശോയ്ക്കൊരു പദ്ധതി, ദൈവ പദ്ധതിയുണ്ട്. ഈശോ ആ പദ്ധതിയിലൂടെയാണ് ഈശോയുടെ ആത്മാവ് പോകുന്നത്. ഈശോ പോകുന്നത് ദൈവ പദ്ധതിയുടെ വഴിയിലൂടെയാണ്, രക്ഷാകര പദ്ധതിയുടെ വഴിയിലൂടെ പോകുമ്പോൾ യൂദാസിൻ്റെ കുഴപ്പമില്ല. അവന് ഈശോയെക്കുറിച്ച് അവന് വേറൊരു പദ്ധതിയുണ്ട്. സ്വർഗപിതാവിന് ഈശോയെക്കുറിച്ചൊരു പദ്ധതിയൊന്ന്, പക്ഷെ യൂദാസിന് യേശുക്രിസ്തുവിനെ കുറിച്ച് വേറൊരു പദ്ധതിയുണ്ട്. ഹി ഹാസ് എ ഡിഫറെൻറ്റ് പ്ലാൻ. അവന് വേറൊരു പദ്ധതിയുണ്ട്. അപ്പോഴാണ് ഇവൻ ശരിക്കും നമുക്കറിയാം, ഗത്സമൻ തോട്ടത്തിൽ വെച്ച് പടയാളികൾ വന്നിട്ട് ഈശോയെ ബന്ധിക്കുമ്പോൾ ഉടനെ അതിന് മുമ്പ് നമുക്കറിയാം യൂദാസ് വന്നിട്ട് ഈശോ ഗുരുവേ സ്വസ്തി എന്ന് ചുംബിക്കുന്നു, സ്നേഹിത എന്ന് ഈശോ വിളിക്കുന്നുണ്ട്. അടുത്ത നിമിഷം അവൻ്റെ വിചാരം ഇരുന്നത് ഈശോ വലിയ അത്ഭുതം പ്രവർത്തിച്ചവനാ. അവൻ്റെ വിചാരം അവൻ വലിയൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഈശോ ഇവനൊരു വലിയ കാര്യം ചെയ്യാൻ പോവാണ്. ഇത് കഴിയുമ്പോൾ ഈശോ ഇതെല്ലാത്തിനെയും കണ്ട് ഇല്ലാതാക്കും. ഈശോ വലിയൊരു കാര്യം ചെയ്യാൻ പോവാണ്, നേട്ടം നേടാം. പക്ഷേ ഒരു നിമിഷം നോക്കിയപ്പോൾ അവൻ്റെ പദ്ധതി, അവൻ്റെ ആഗ്രഹം തകർന്നു പോയി. അവൻ്റെ ഉദ്ദേശിച്ച പോലെ അല്ല നടന്നത്. അവൻ്റെ ഉള്ളിൽ വേറൊരു പ്ലാനാണ്. ഇത് അമ്മ ചേർന്നില്ല. അവസാനം ചേർന്നില്ലാതെ വന്നപ്പോൾ അവൻ തകർന്നുപോയി. അവനാ പറഞ്ഞു, ഞാൻ നിഷ്കളങ്കനായവനെ ഒറ്റിക്കൊടുത്തു, കൈവിട്ടുപോയി. അവൻ നേരെ ആത്മഹത്യ ചെയ്യാൻ പോവുക. അവിടെ ചില ആൾക്കുണ്ട് പള്ളിയിലും പ്രാർത്ഥനയിലൊക്കെ ധ്യാനത്തിന് പോകുമ്പോൾ അവന് ചില പ്ലാനുണ്ട്. അവന് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്, പക്ഷെ അവൻ്റെ ഉള്ളിൽ പ്ലാനുണ്ട്. ചിലടത്ത് വെച്ച് ഇതങ്ങ് ചേരാതെ വരുമ്പോൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചതെന്തിന്, ഇത്രയും നാളും ധ്യാനിച്ചതെന്തിന്, ഇത്രയും നാളും ബൈബിള് വായിച്ചതെന്തിന്, എനിക്കൊന്നും കിട്ടിയില്ല. നിരാശയിലേക്ക് പോകും, മടങ്ങുന്നത് കാണാൻ പറ്റും. കർത്താവിൻ്റെ പദ്ധതിയും കർത്താവിനെ കുറിച്ചുള്ള സ്വർഗപിതാവിൻ്റെ പദ്ധതി അത് നിൻ്റെ വഴിക്ക് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് വയ്ക്കുമ്പോൾ അവിടെ ഭർത്താവിനൊരു പദ്ധതി, എക്സ്ട്രാ പദ്ധതി, ഭാര്യയ്ക്കൊരു എക്സ്ട്രാ പദ്ധതി. അത് ചില സമയത്ത് ഈ കല്യാണം കഴിക്കുമ്പോൾ ഇന്ന പദ്ധതിയാണ്. ഇത് അവസാനം ഇത് ചേരാതെ വരുമ്പോളാ അയ്യോ. ഇത് തന്നെയാണ് യൂദാസിനുണ്ടായതും. അവൻ്റെ പദ്ധതി തകർന്നു പോകുന്നൊരവസ്ഥ. എന്താ പറയുക, അവൻ നിരാശയിലോട്ട് പോകും, കടുത്ത നിരാശയിലോട്ടും ദുഃഖത്തിലോട്ടും പോവുക. ഇതാണ് പൈശാചികശക്തി നമ്മളുണ്ടെങ്കിൽ ചിലപ്പോൾ സഭയിലൊക്കെ പോകണം, പ്രാർത്ഥിക്കുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും കുടുംബത്തിലായിരിക്കണം, മക്കളെ സ്നേഹിക്കുമ്പോഴും, മക്കളെ ജനിപ്പിക്കും, വിദേശത്ത് പോകുമ്പോഴും, അല്ലെങ്കിൽ അവിടെ പോകും ഇവിടെ പോകും, അല്ല ഒരു എക്സ്ട്രാ ദൈവ പദ്ധതിക്ക് വിരുദ്ധമായൊരു പദ്ധതി, ദൈവവചനത്തിന് വിരുദ്ധമായൊരു പദ്ധതി ഞാൻ എൻ്റെ ഹൃദയത്തിൽ താലോലിക്കുന്നുണ്ടെങ്കിൽ അവസാനം ഇത് ദൈവ പദ്ധതി ഇതോ ചേരിയല്ല. അത് ചിലർക്ക് വിശ്വാസം പോകുന്നത് കൊണ്ടാണ്. കാരണം അവൻ്റെ ഉള്ളിൽ പദ്ധതി, യൂദാസിൻ്റെ പദ്ധതി വേറൊന്നായിരുന്നു. ഈശോ പിതാവായ ദൈവത്തിന് ഈശോയെക്കുറിച്ചുള്ള പദ്ധതി വേറൊന്നായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ,
ഒരു കുടുംബം വളരുമ്പോൾ ദൈവ പദ്ധതിയും നമ്മുടെ പദ്ധതിയും തമ്മിൽ ചേരണം. അല്ലാതെ ഒരിക്കലും നടക്കില്ല, മുന്നോട്ട് പോകില്ല. പഴയ നിയമത്തിൽ ദാവീദിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഒരൊറ്റ പദ്ധതി, ദൈവഹിതത്തിന് പൂർണ്ണമായി ചേർന്നുള്ളൊരു ജീവിതം വേണം. ഇവിടെ ഞാൻ പൈശാചിത്യത്തെക്കുറിച്ച് പറയുന്നത് ഇവൻ്റെ ഒരു രഹസ്യം നടപടികളാണ്. നിങ്ങൾ ചിലപ്പോൾ മാതാപിതാക്കൾ ഭയങ്കര സ്നേഹിക്കും, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിനുള്ളൊരു പദ്ധതി ഇരിപ്പുണ്ട്, എനിക്ക് വേറൊരാളെ കല്യാണം കഴിക്കണം. ചില രഹസ്യ പദ്ധതികൾ, നമ്മളുടെ ഉള്ളിലുള്ള ചില കള്ളത്തരങ്ങൾ, പണമുണ്ടാക്കണം, പേരെടുക്കണം, സ്ഥലം സ്വന്തമാക്കണം, ജോലി നേടിയെടുക്കണം. ചിലപ്പോൾ അധ്യാപകരെ ഒത്തിരി സ്നേഹിക്കുന്നത്, മാർക്ക് ഒത്തിരി കിട്ടണം. ചിലപ്പോൾ ചില ആൾ സ്നേഹിക്കും, ചിലപ്പോൾ ശരീരം പോലും വിട്ടുകൊടുക്കും. എന്തിനറിയാവോ? എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണം, എനിക്ക് വിദേശത്ത് പോകണം. ഇങ്ങനെയുള്ള ചിന്തകളുമായിട്ട് നീങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിലൊരു പൈശാചി അരൂപി പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്തു ചെയ്യുമ്പോഴും അതിന് പിന്നിൽ അവനൊരു അജണ്ടയുണ്ട്. അവന് പണം, പേര്, സ്വത്ത്, നേട്ടം, സുഖം, സ്ഥാനമാനം, ഇത് വരുമ്പോൾ കുടുംബങ്ങൾ തകർന്നു പോകുന്നത്. ഭാര്യയെ സ്നേഹിക്കുമ്പോഴും ഭർത്താവിനെ സ്നേഹിക്കുമ്പോഴും, ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുമ്പോഴും, ഭർത്താവിൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോഴും, ഭാര്യയെ സ്നേഹിക്കുമ്പോഴും, ഭാര്യ വീട്ടുകാരെ സ്നേഹിക്കുമ്പോഴും, ശുശ്രൂഷിക്കുമ്പോഴും, പള്ളി പോകുമ്പോഴും, അച്ഛന്മാരെ ശുശ്രൂഷിക്കുമ്പോഴും, സഹായിക്കുമ്പോഴും, ദൈവജനത്തെ ശുശ്രൂഷിക്കുമ്പോഴും സഹായിക്കുമ്പോഴും നമുക്ക് വേറൊരു പ്ലാനുണ്ടോ? ചില ആളുകൾ, ചില പെൺകുട്ടികൾ, ആൺകുട്ടികൾ അവരോട് അടുപ്പം കാണിക്കും, അവർ ജോലിക്ക് ജോലി, മൊബൈൽ ഫോണ്, പഠിത്തം, നല്ല സപ്പോർട്ട് കൊടുക്കും. ഈ സപ്പോർട്ടെല്ലാം കൊടുക്കുന്നത് എന്തിനാണാവോ? അതിൻ്റെ പിന്നിൽ വേറൊരു പ്ലാനുണ്ടോ? ചില ഫ്രണ്ട്ഷിപ്പുകൾ, ക്ലാസ്മേറ്റ്സ് ഭയങ്കര സപ്പോർട്ടിങ് ആണ്. എന്ത് ചോദിച്ചാലും കൊടുക്കും, എന്ത് ഹെൽപ്പ്, ഒന്നും തരണ്ട, പൈസ ഒന്നും തരണ്ട, ഒന്നും തരണ്ട, ഞാൻ ഐ എം റെഡി ടു ഹെൽപ്പ് യു, ഭയങ്കര ഹംബിളായിട്ട് പ്രവർത്തിക്കുമ്പോൾ പക്ഷെ അതിൻ്റെ പിന്നിലൊരു രഹസ്യ അജണ്ട അവനില്ല. എവിടെയെങ്കിലും ഇത് ചേരാതെ വരുമ്പോൾ നിന്റെ ശത്രുവായിട്ട് അവൻ മാറിയിരിക്കും, നിന്റെ ശത്രുവായിട്ട് അവൾ മാറിയിരിക്കും. ചിലതാണ് പ്രേമിച്ച ആളിനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് അവനെ തോൽപ്പിക്കാൻ നോക്കും, തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വയം അതുകൊണ്ട് തോറ്റേക്കും, സൂയിസൈഡ് ചെയ്തേക്കും. എവിടെയെങ്കിലും എനിക്ക് ജയിക്കണം. യുദാസിൻ്റെ ജീവിതത്തിൽ മുഴുവനും എല്ലായിടത്തും അവൻ്റെ വാക്കുകളുടെ ഒരു പ്രത്യേകത, ജയിച്ചു നിൽക്കണം, പൊങ്ങി നിൽക്കണം, ഉയർന്നു നിൽക്കണം. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ അങ്ങ് വായിക്കണേ. 1 മുതൽ 8 വരെയുള്ള വചനത്തിൽ അവിടെ മറിയം കർത്താവിൻ്റെ മുമ്പിൽ തൈലം ഒഴുക്കുന്നൊരു സംഭവമുണ്ടല്ലോ. വില 300 ദനാറയോളം വില വരുന്ന, അല്ലേ, 300 ദനാറയുടെ വില വരുന്ന അത്രയും ഒരു തൈലം, നർദിൻ തൈലം, ദ സെൻസ് ഓഫ് നാർത്ത്. അപ്പം അതെടുത്ത് ഈശോയ്ക്ക് ശരസിലൊഴിക്കുന്നു, ഒരു വലിയ കർമ്മം നടത്തുകയാണ്. അപ്പോൾ യുദാസ് അവൻ നമ്മുടെ ഇടപെടും, കയറി വന്നു. ഇതെന്ത്, വാട്ട് ഈസ് ഡൂയിങ്, വാട്ട് ആർ ഡൂയിങ്, ഇത് വിറ്റ് പാവങ്ങൾ കൊടുക്കേണ്ടതല്ലേ, ഇതെന്തിങ്ങനെ കളയുന്നത്? അവൻ്റെ ഒരു കമൻ്റ് അടിയെ, ദൈവത്തെ കമൻ്റ് അടിക്കുന്നൊരു മനുഷ്യൻ. ചില സുവിശേഷത്തിൽ പള്ളിയൊക്കെ ചില കമൻ്റ് അടിക്കുന്നവൻ്റെ എല്ലാം ഉള്ളിലൊരു പൈശാചിക അരൂപിയുണ്ട്. ഈ നാളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ബ്ലാക്ക് മാസ് നടത്തുന്ന ചില കുട്ടികൾ, ഇത്തരം കൂട്ടകൾ മക്കളെ പോയേക്കരുത്, കാല് പിടിച്ച് പറയാം. ഞാൻ പലപ്പോഴും ബ്ലാക്ക് മാസിൻ്റെ വഴിയിലൂടെ പോകുന്ന കുഞ്ഞുങ്ങളിൽ ഞാൻ കണ്ടതല്ല അവസാനം ഒരു മാനസിക വിഭ്രാന്തിയും മാനസിക രോഗവും അവർ കുടുംബവും തകർന്ന് ഡ്രഗ്സും ചെയ്ത് സെക്സും വന്ന് പകർന്ന് ജീവിതം തീർന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. അവന് പറയുന്ന ഒരു ലോജിക്കില്ല, ഒക്കെ തലേക്ക് വെച്ച് പ്രാർത്ഥിക്കും കാണാം, അലറിക്കൊണ്ട് സ്പിരിറ്റുകളിൽ കുഞ്ഞുങ്ങൾ തലേന്ന് പോകുന്നത്. ഇത് കാണാം, ചില ഗെയിമുകൾ കളിച്ച് ലക്ഷങ്ങൾ കഴിഞ്ഞ നല്ലൊരു മനുഷ്യൻ, വളരെ നല്ലൊരു കഴിയായിരുന്നു, അവനവിടുത്തെ എല്ലാം നഷ്ടപ്പെട്ടു, അവനെ ഇറക്കി വിട്ടവർ, നല്ല പൊസിഷനിൽ കഴിഞ്ഞ മനുഷ്യന് ഗെയിം കളിച്ച് ലക്ഷങ്ങളുടെ ബാധ്യത വന്നു, മുഴുവൻ പ്രശ്നമായി, പറഞ്ഞു വിടേണ്ട വന്നേ, ഒരു ജീവിതം തീർന്നു പോവുക. എന്താ ഇതിനകത്തൊക്കെ പ്രവർത്തിക്കുന്നത്? ഇതിനകത്തെല്ലാം ട്രിക്കാണ്, പിശാചിപ്പളും കണ്ണിങ്ങാണ്. ഉൽപ്പത്തി പുസ്തകം 3:1-3 വചനം പറഞ്ഞ പോലെ ദൈവമായ കർത്താവ് സൃഷ്ടിച്ച വന്യജീവികളെ വെച്ച് ഏറ്റവും കൗശലശാലിയായ സർപ്പം. ഇത് കാണുന്ന ചില കുട്ടികൾ ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഇന്ന് കേരളത്തിൽ ഒരുപാട് ക്രൈസ്തവ കുടുംബങ്ങളിലെ മക്കൾ വിവാഹം കഴിക്കാത്ത ഞാൻ കേൾക്കുന്നുണ്ട്. 28, 29, 30, 31, 32 എന്തിനാണോ വെയിറ്റ് ചെയ്യുന്നത്? അവർക്കറിയില്ല. ജോലിയുണ്ടോ,
ജോലിയില്ല. ജോലിക്ക് വേണ്ടി നോക്കുന്നു, ജോലി എന്തിങ്ങനെ ഒരു ഡിസോർഡർ ആകുക. ശരിക്കും ഇത് പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ വിഷയമാണിത്. പേരൻസ് ഒത്തിരി ഏറെ കരയുന്നുണ്ട്, സമൂഹം കരയുന്നുണ്ട്. വിവാഹം കഴിക്കാതെ പോകുന്നു, പ്രായം കഴിഞ്ഞിട്ടും നടക്കുന്നില്ലത്, ബ്ലോക്കാകുക, മനസ്സ് തീരുന്നില്ല. എന്തൊരു സ്വഭാവ ദൂഷ്യം. കാരണം ഇവർ ചില പഠനങ്ങൾ ക്ലാസ് മുറിയിലെയും സ്കൂളുകളിലെയും കോളേജുകളിലെയും ജോലി സ്ഥലത്തും കിട്ടുന്ന ചില വേർഡ്സ്, വാക്കുകൾ അവരെ തകർത്ത് കളയുന്നുണ്ട്. അവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ആഴമുള്ളൊരു മാനസാന്തരത്തിനോട് നമുക്കിത് പ്രാർത്ഥിക്കാം. പൈശാചിക ശക്തികൾ നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്നു നോക്കാം. ഇതുപോലെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്ന മർക്കോസ് സുവിശേഷം 5:1-15 വരെ ലഗിയോൻ ബാധിച്ച ഒരു കൂട്ടമാണ്, ഒരു കൂട്ടാരൂപി. അവിടെ പറഞ്ഞ അശുദ്ധാത്മാവ്, അൺക്ലീൻ സ്പിരിറ്റ്. വാട്ട് ഈസ് അൺക്ലീൻ സ്പിരിറ്റ്? എപ്പോഴും അൺക്ലീൻ സ്പിരിറ്റ് വെച്ചാൽ ഞാൻ പല വിശ്വനിക്ക് വെളിപ്പെടുന്നത് മദ്യം, സെക്സ്, അതിന് അഡിക്ഷൻ, അതുപോലെ തന്നെ അങ്ങനെയുള്ള പാപം, ഈ ജഡിക സുഖങ്ങൾ, ശരീരത്തിന് സുഖം, ഒരുപാട് സിനിമകളൊക്കെ കടിമ്പെടും, സീരിയലുണ്ട് പെടുന്നു. ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ഒക്കെ പൈശാചിക ബാധയുണ്ട്. ഇതിനൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഉപദേശിച്ചാൽ മാറില്ല. യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുമ്പോൾ ഇത് വിട്ടുപോക്കോളും. അഭിഷേകം കൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇത് പോവുള്ളൂ, അല്ലാണ്ടൊന്നും പോകില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു കുടുംബം ഒരു മകനെയും കൊണ്ടുവന്നു. ഭയങ്കരമായിട്ട് തിന്മയ്ക്കകത്ത് ഇവ തൊടുന്നതിന് മറന്നടിച്ചങ്ങ് വീടുവനെ. 4-5 പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് ഭയങ്കര മാറ്റം, കുമ്പസാരിച്ചുവിന് ഭയങ്കര ഡെലിവറൻസായി. ഈ കുഞ്ഞുങ്ങളെല്ലാം വഴിമാറിപ്പോകുന്നുണ്ട്, സ്വരം മാറിപ്പോകുന്നുണ്ട്, പ്രലോഭകനെ തിരിച്ചറിയുന്നില്ല. ഒരു കാര്യം ഞാൻ ഇവിടെ വീശയിൽ പറയുന്നു, ഈശോയ്ക്ക് 40 ദിവസങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നത് ഈശോയ്ക്ക് പിശാചിനെ തോൽപ്പിക്കാൻ പറ്റിയതിൻ്റെ ഒറ്റ കാരണം ഈശോ ആത്മാവിൽ നിറഞ്ഞതുകൊണ്ടാണ്. പിശാചിനെ തോൽപ്പിക്കണമെങ്കിൽ, പിശാചിൻ്റെ തന്ത്രങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, പ്രലോഭനങ്ങൾ അറിയണമെങ്കിൽ അതുപോലത്തെ അഭിഷേകം വേണം, അല്ലാതെ പറ്റില്ലത്. അതുകൊണ്ടാണ് ലൂക്കാ 24:49 ഈശോ പറയുന്നുണ്ട്, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ നഗരത്തിന് വെളിയിൽ പോകരുതെന്ന് പറയാൻ. പരിശുദ്ധാത്മാവ് നിറഞ്ഞില്ലെങ്കിൽ, നിറയാതെയാണ് പുറത്തിറങ്ങുന്നെങ്കിൽ പിശാച് തീർത്ത് കളയും. നമ്മുടെ കുഞ്ഞുങ്ങൾ സഭയിൽ മാമോദിസ സ്വീകരിച്ച് വളരുമ്പോൾ അത് പരിശുദ്ധ കുർബാനയിലൂടെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞില്ലെങ്കിൽ ഇവരിലേക്ക് പൈശാചിക ശക്തികൾ കയറി വരും. വായിക്കുന്നിടത്തൂടെയും പഠിക്കുന്നിടത്തിലൂടെയും ഫ്രണ്ട്ഷിപ്പിലൂടെയും ഒക്കെ കയറി വരും. അറിയില്ലത്, അവൻ തന്നെ അറിയില്ല. ഒരാളിൽ ദുഷ്ടാരൂപികളുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അതിൻ്റെ പ്രവർത്തനം അറിയണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഒറിജിനൽ വരമുള്ള ഒരാൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും അത് പഠനം കൊണ്ടോ അനാലിസിസ് കൊണ്ടോ ഒന്നും ഇതിൻ്റെ പ്രവർത്തനം എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് പലതരത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം. ഒരു വ്യക്തിയിലോ, ഒരു സ്ഥലത്തോ, ഒരു വീട്ടിലോ, ഒരു ബിസിനസ് സ്ഥാപനത്തിലോ, ജോലി സ്ഥലത്തോ, മക്കളുടെ ജോലി മേഖലയിലോ, വിവാഹ മേഖലയിലോ ഒക്കെ പ്രവർത്തിക്കുള്ളൂ. പിന്നെ നമുക്ക് നല്ലൊരു ഡെലിവറൻസ് പ്രയർ നടത്താം. ഈ പ്രേരണ സമയത്ത് കർത്താവ് ഇടപെടും. അത്ഭുതമുണ്ടാകും, അടയാളമുണ്ടാകും, സൗഖ്യമുണ്ടാകും, കർത്താവിൻ്റെ കരം വെളിപ്പെടും. നിങ്ങളുടെ കുടുംബത്തെ അത്ഭുതമുണ്ടാകട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈഗോ കൂടുതലുള്ള ആളുകളിൽ ഈ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനം കൂടുതലാണ്. ഞാനെന്ന ഭാവമുള്ള ആളുകൾ, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് അറിവുണ്ട്, എനിക്ക് പഠനമുണ്ട്, മറ്റുള്ളൊരു ഒട്ടും ബഹുമാനിക്കാത്ത ചില ജീവിതങ്ങളുണ്ട്. നോ റെസ്പെക്റ്റ്, വെരി അഡമൻ്റായ ആൾക്കാർ. They are somehow controlled by an evil spirit. Praise the Lord. ഇത് വിട്ടുപോകാൻ നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാതെ വിട്ടുപോകില്ല, പോകാൻ പറ്റത്തില്ല. അതിന് ഞാൻ വീണ്ടും തിരിച്ചു വരിക. യൂദാസ്, അവൻ്റെ ഉള്ളിലൊരു പൈശാചിത്ത് കയറി. അതുകൊണ്ടാണ് അവൻ ഈശോയ്ക്ക് ഒറ്റിക്കൊടുക്കുന്നതും. നേരെ ഈശോ വേറെ രീതിയിൽ ഈശോയെ കാണുന്നത്. ബാക്കി 11 അപ്പസ്തോലന്മാർ ഈശോയെ കാണുന്ന പോലല്ല അവൻ കാണുന്നത്. പരിശുദ്ധ അമ്മ ഈശോയെ കാണുന്ന പോലെ അവൻ കാണുന്നത്. അവൻ ഈശോയെ കാണുന്നത് ചിലപ്പോൾ വേറൊന്നായിട്ട് കാണുന്നതിൻ്റെ പിന്നിൽ അതിൻ്റെ കാരണം അവൻ്റെ ഉള്ളിൽ വേറൊന്ന്. സഭയെയും വിശ്വാസത്തെയും സുവിശേഷ പ്രഘോഷണത്തെയും ആത്മീയ മേഖലകളെയും വേറൊന്നായിട്ട് കാണുന്നതിൻ്റെ കാരണം നമുക്കങ്ങനെ ചിന്തയുണ്ട്. ദുഷ്ടാരൂപികളുണ്ട്. ബൈബിള് പോലും വായിക്കുമ്പോൾ അവന് മനസ്സിലാകുന്നത് വേറൊന്നായിട്ടാണ്. അപ്പനമ്മ അവനോട് പറയുമ്പോൾ അവന് മനസ്സിലാകുന്നത് വേറൊന്നായിട്ടാണ്. അവർക്ക് മനസ്സിലാവുന്ന വേറൊന്നായിട്ടാണ്. ഈ നാളെ തിരുസഭ അതിശക്തമായിട്ട് സുവിശേഷ വചനങ്ങൾക്ക് പറയുമ്പോൾ അത് മനസ്സിലാവുന്ന വേറൊന്നായിട്ടാണ്.
ദാറ്റ് ഇസ് കോൾഡ്. അതാണ് സംഭവം. നമ്മുടെ ഉള്ളിലൊരു തിന്മയുടെ അരൂപി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാൾക്ക് സുബോധമുണ്ടാകുന്നത് ദുഷ്ടാരൂപി വിട്ടുപോകുമ്പോഴാണെന്ന് ശരിക്കും പരിശുദ്ധാത്മാവ് ബൈബിളിൽ പറയുന്നത്. സുബോധം ഉണ്ടാകുമ്പോൾ ഈശോ അറിയാം. നമുക്കറിയാം, ഈ ധൂർത്തപുത്രന് സുബോധം ഉണ്ടായപ്പോൾ അവൻ അപ്പൻ്റെ അടുക്കലേക്ക് തിരിച്ചു വന്നു, മാനസാന്തരപ്പെട്ടു, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നു, നല്ല കുഞ്ഞാടായിട്ട് മാറി, ദൈവസ്നേഹത്തിൻ്റെ മകനായിട്ട് മാറി. അഹങ്കാരം ഒന്നുമില്ല അവൻ വളരെ താഴ്മയോടെ നിൽക്കുന്നു. കാരണം അവന് സുബോധം വീണ്ടും കിട്ടി. ഈ സുബോധം കളഞ്ഞത് ഇവിടെ ഒരു കൂട്ടം ഈവിൾ സ്പിരിറ്റ്, ഈ ഒരു കൂട്ടം എന്താ അതിനകത്ത് കാണും, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, അസൂയയുടെ, അഹങ്കാരത്തിൻ്റെ, അശുദ്ധിയുടെ, ജഡികഭാവങ്ങളുടെ, മാസ്റ്റർബേഷൻ്റെ, ഹോമോസെക്സിൻ്റെ, അല്ലെങ്കിൽ ലെസ്ബിയൻ്റെ, അല്ലെങ്കിൽ മറ്റ് തിന്മയുടെ മേഖലകൾ, വ്യഭിചാരത്തിൻ്റെ, മദ്യപാനത്തിൻ്റെ, പുകവലി, മയക്കുമരുന്ന്, ഗെയിമുകൾ, ഇൻ്റർനെറ്റ് അഡിക്ഷന്, മാതാപിതാക്കളുടെ കോപം, വിദ്വേഷം, പിന്നെ ചില പഠനങ്ങൾ പഠിച്ചു വെച്ച് തലക്കിരിക്കുന്ന ചില പിന്നെ സൂപ്പർസ്റ്റിഷൻസിന് പിന്നാലെ പോകുന്ന മന്ത്രവാദങ്ങൾ, കൂടോത്രങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, കൈനോട്ടങ്ങൾ, സമയനോട്ടങ്ങൾ, അങ്ങനെയുള്ള ദുഷ്ടാരൂപികൾ വിളിക്കുന്ന ചില മേഖലകൾ, സൈറ്റൻ വർഷിപ്പുകൾ, ന്യൂ ഏജ് മൂവ്മെൻറ്റ്സ്, ഇതൊക്കെ പെട്ട് കഴിയുമ്പോൾ ഇതാണ് 2000 എണ്ണം കയറിയിട്ടുണ്ട്. 2000 എണ്ണവും പോകണം, പുറത്ത് പോകണം. മുഴുവൻ പോകണമെങ്കിൽ കർത്താവായ ഈശോ തന്നെ നിന്നെ പ്രവർത്തിക്കണം. വേറെ ആര് പ്രാർത്ഥിച്ചാലും മുഴുവൻ പോകത്തില്ല. മുഴുവൻ പോകണമെങ്കിൽ ഒറിജിനൽ കൃപ നമ്മൾ പ്രവർത്തിക്കണം. അത് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് വളരെയധികം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അമ്മയുടെ തിരുനാളിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് നിറയാൻ അമ്മ ഇടപെടുത്തണമേ. ഞങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന സാത്താൻ്റെ കെട്ടുകൾ മൊത്തം അമ്മ അടിച്ചേണേ. ഒരു പുതിയൊരു ജീവിതത്തിന് വേണ്ടി കൃപ തരണേ. ഇന്നത്തെ ഈ ആരാധന സമയത്ത് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കാൻ ഇടപെടുത്തണമേ. കുടുംബത്തിലെ ഭിന്നതകൾ, ഇഷ്ടക്കേടുകൾ, പൊരുത്തക്കേടുകൾ, വഴക്കുകൾ, ഭിന്നതകൾ, പാപത്തിൻ്റെ രഹസ്യബന്ധനങ്ങൾ എല്ലാം എടുത്ത് കളയണേ അമ്മേ. അമ്മ മാതാവ് ഞങ്ങളുടെ വീടിനകത്തേക്ക് കയറണമേ. ഒരമ്മ വീട്ടിൽ കയറി വീട് മുഴുവനും ക്ലീൻ ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ വീടിനകത്ത്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക്, ഞങ്ങളുടെ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ അമ്മ കയറി വന്നിട്ട് ഞങ്ങളെ മുഴുവൻ വിശുദ്ധീകരിച്ച് അമ്മയുടേതാക്കി മാറ്റണമേ. കുടുംബത്തെ മുഴുവനും അമ്മയുടെ സ്വന്തമാക്കി തീർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അച്ഛൻ നിങ്ങളോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ടൊരു ഹോംവർക്ക് ഉണ്ട്. അത് വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന നിങ്ങൾ ഇന്നേ ദിവസത്തിൽ നിങ്ങൾ 12 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കണം. വിശുദ്ധ മിഖായേലിനുള്ള പ്രാർത്ഥന 12 പ്രാവശ്യം നിങ്ങൾ ചൊല്ലി പ്രത്യേകം. അതുപോലെ തന്നെ പരിശുദ്ധ രാജ്ഞി എന്നുള്ള പ്രാർത്ഥനയെ 12 പ്രാവശ്യം ചൊല്ലി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അതിശക്തമായ ഇടപെടൽ. പൈശാചിക ബന്ധനമുള്ള കുടുംബങ്ങൾ ഇന്ന് വളരെ വിശ്വാസത്തോടെ അച്ഛൻ ഈ പറയുന്ന റോമലേഖനത്തിൻ്റെ വചനം, റോമലേഖനം 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം, സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇത് കുറേയേറെ പ്രാവശ്യം അത് ആവർത്തിച്ച് ഉറക്കെ പറഞ്ഞ് ഓരോ മുറികളൊക്കെ നിന്ന് ഉറക്കെ പറഞ്ഞ് സ്തുതിക്കണം. ഈ വചനം പറഞ്ഞ് സ്തുതിക്കണം. സ്തുതി ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ബന്ധനങ്ങൾ അഴിയാൻ തുടങ്ങും. ഇന്നത്തെ ആരാധന സമയത്ത് വലിയ വിടുതലും അഭിഷേകവും സൗഖ്യവും ദൈവം നിങ്ങൾക്ക് ധാരാളമായിട്ട് തരട്ടെ എന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിൻ പാദം പുണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ. എൻ കരങ്ങൾ തിരുപാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. നിൻ പാദം പുണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഇതാ നമ്മൾ വിളിച്ചു കൂടിയിരിക്കുന്നു. ദിവികാരുണ്യ ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന സമയം, ഭാഗ്യപ്പെട്ട സമയം. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവെ അങ്ങേക്ക് സ്തുതി.
ഈ ജനത്തെ അങ്ങ് കരുണയോടെ നോക്കണമേ. കർത്താവെ, അങ്ങയുടെ കരം നീട്ടി സ്പർശിക്കണേ. കണ്ണുനീരിൻ്റെ പുത്രന്മാരും പുത്രിമാരും ഉണ്ട്, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് കാത്തിരിക്കുന്നു. കർത്താവെ, അങ്ങ് നേരിട്ട് പ്രവർത്തിക്കണം. പഴയ നിയമ ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ അങ്ങ് നിന്നതുപോലെ, മേഘത്തണലിൽ നീ ജനത്തെ നയിച്ചതുപോലെ, അഗ്നിസ്തംഭത്തിൻ്റെ പ്രകാശത്തിൽ നയിച്ചതുപോലെ ഈ ജനത്തെ, തിരുസഭയെ അങ്ങ് പരിപാലിക്കണേ. ഈ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ. ഇവരുടെ കുടുംബത്തിൻ്റെ മുകളിൽ അങ്ങ് മേഘത്തണലായിട്ട് നിൽക്കണമേ. അഗ്നിസ്തംഭമായിട്ട് കുടുംബത്തുണ്ടാകണമേ. കർത്താവെ, നിന്റെ ശക്തമായ ഇടപെടാണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ തുറന്നു പിടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയനേ യേശുവേ രക്ഷകാ, എൻ പ്രിയനേ യേശുവേ രക്ഷകാ, നിൻ കരമെൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്യണമേ. നിൻ കരമെൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്യണമേ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. നിന്റെ സാന്നിധ്യം, നിന്റെ സ്നേഹം, നിന്റെ കരം, നിന്റെ മക്കളെ നീട്ടണമേ. അങ്ങ് മുറുകെ പിടിക്കണമേ. എല്ലാ മാതാപിതാക്കളെ മുറുകെ പിടിക്കണമേ. സഭയെ മുറുകെ പിടിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ നിലവിളിക്ക് ഉത്തരം തരണമേ. കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നു, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നേ. അങ്ങ് ഞങ്ങൾ അകന്നിരിക്കരുതേ. കർത്താവേ, അങ്ങ് ഞങ്ങൾ ഇന്ന് മാറി നിൽക്കരുത്. അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ആരാധന. അങ്ങയുടെ കരം ഞങ്ങളുടെ എല്ലാ ശിരസിന്മേലും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്ത് അപകടങ്ങളിൽ നിന്നും, പൈശാചിക അരൂപികളുടെ എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളെ രക്ഷിക്കണേ. വീണ്ടെടുക്കണമേ ഈശോയെ, വീണ്ടെടുക്കണം. ഹൃദയം, ചിന്തകൾ, ഇഷ്ടങ്ങൾ മുഴുവൻ സമർപ്പിക്കാം. ഹൃദയം, ചിന്തകൾ, ഇഷ്ടങ്ങൾ വെണ്മയായി തീരട്ടെ. വെണ്മയായി തീരട്ടെ, എന്റേതാമെല്ലാം. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എല്ലാവരും അശുദ്ധിയെല്ലാം ചാരമാകട്ടെ,
ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കട്ടെ. ആരാധന, അഭിഷേകം ഇറങ്ങട്ടെ. കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ ഹൃദയം പോലെ ഞങ്ങളുടെ ഹൃദയത്തെ ആക്കണമേ. ഞങ്ങളുടെ മനസ്സ് മുഴുവൻ അങ്ങയുടെ അങ്ങയുടെ സ്നേഹം ഞങ്ങളിലേക്ക് കൊടുക്കട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ആരാധന, ആരാധന. സങ്കീർത്തനം 10:1 മുതലുള്ള വചനം സംഭവിക്കട്ടെ. കർത്താവേ, എന്തുകൊണ്ടാണ് അവിടുന്ന് അകന്നു നിൽക്കുന്നത്? ഞങ്ങളുടെ കഷ്ടകാലത്ത് അവിടുന്ന് മറഞ്ഞിരിക്കുന്നതെന്ത്? ദുഷ്ടർ ഗർവോടെ പാവങ്ങളെ പിന്തുടർന്ന് പീഡിപ്പിക്കുന്നു. അവർ വെച്ച കെണിയിൽ അവർ തന്നെ വീഴട്ടെ. ദുഷ്ടൻ തന്റെ ദുരാഗ്രഹങ്ങളെ കുറിച്ച് വമ്പ് പറയുന്നു. അത്യാഗ്രഹി കർത്താവിനെ ശപിച്ചു തള്ളുന്നു. ദുഷ്ടൻ തന്റെ അഹങ്കാരത്തള്ളലാൽ അവിടുത്തെ അന്വേഷിക്കുന്നില്ല. ദൈവമില്ല എന്നാണ് അവന്റെ വിചാരം. അവന്റെ മാർഗങ്ങൾ എപ്പോഴും വിജയിക്കുന്നു. അവിടുത്തെ ന്യായവിധി അവന് കണ്ണെത്താത്ത വിധം ഉയരത്തിലാണ്. അവൻ തൻ്റെ ശത്രുക്കളെ പുച്ഛിച്ച് തള്ളുന്നു. ഞാൻ കുലുങ്ങുകയില്ല, ഒരു കാലത്തും എനിക്ക് അനർത്ഥമുണ്ടാവുകയില്ലെന്ന് അവൻ ചിന്തിക്കുന്നു. അവൻ്റെ വായ് ശാപവും വഞ്ചനയും ഭീഷണിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവൻ്റെ നാവിനടിയിൽ ദ്രോഹവും അധർമ്മവും കുടികൊള്ളുന്നു. അവൻ ഗ്രാമങ്ങളിൽ പതിയിരിക്കുന്നു. ഒളിച്ചിരുന്ന് അവൻ നിർദോഷരെ കൊല ചെയ്യുന്നു. അവൻ്റെ കണ്ണുകൾ നിസ്സഹായരെ ഗൂഢമായി തിരയുന്നു. പാവങ്ങളെ പിടിക്കാൻ അവൻ സിംഹത്തെ പോലെ പതിയിരിക്കുന്നു. പാവങ്ങളെ വലയിൽ കുടുക്കി അവൻ പിടിയിൽ അമർത്തുന്നു. നിസ്സഹായം ഞെരിഞ്ഞമർന്നു പോകുന്നു. ദുഷ്ടന്റെ ശക്തിയാൽ അവൻ നിലം പൊതിക്കുന്നു. ദൈവം മറന്നിരിക്കുന്നു, അവിടുന്ന് മുഖം മറച്ചിരിക്കുകയാണ്, അവിടുന്ന് ഒരിക്കലും ഇത് കാണുകയില്ല എന്ന് ദുഷ്ടൻ വിചാരിക്കുന്നു. കർത്താവേ, ഉണരണമേ. ദൈവമേ, അവിടുന്ന് കരമുയർത്തണമേ. പീഡിതരെ മറക്കരുതേ. ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അവിടുന്ന് കണക്ക് ചോദിക്കുകയില്ലെന്നും ഹൃദയത്തിൽ മന്ത്രിക്കുന്നതും എന്തുകൊണ്ട്? അങ്ങ് കാണുന്നുണ്ട്. കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായം തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനാഥനൻ അവിടുന്ന് സഹായകനാണല്ലോ. ദുഷ്ടന്റെയും അധർമ്മിയുടെയും ഭുജം തകർക്കണമേ. ദുഷ്ടതയ്ക്ക് അറുതി വരുന്നത് വരെ അങ്ങ് തിരഞ്ഞു നശിപ്പിക്കണമേ. അത് തിരഞ്ഞു നശിപ്പിക്കണമേ. കർത്താവ് എന്നേക്കും രാജാവാണ്. ജനതകൾ അവിടുത്തെ ദേശത്തു നിന്ന് അറ്റുപോകും. കർത്താവെ, എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും. അവിടെ ഹൃദയത്തിന് ധൈര്യം പകരും. അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും. അനാഥർക്കും പീഡിതർക്കും അങ്ങ് നീതി നടത്തിക്കൊടുക്കും. മണ്ണിൽ നിന്നുള്ള മനുഷ്യൻ ഇനിമേൽ അവരെ ദുഷ്ടനെ ഭീഷണിപ്പെടുത്തുകയില്ല. രണ്ടു കരം ഉയർത്തുന്ന ഈശോയെ വിളിക്കുന്നു. സാത്താന്റെ ശക്തിയാൽ ബന്ധനങ്ങൾ, കെട്ടുകൾ, പാപശക്തികൾ അകന്നു പോകട്ടെ. അന്ധകാരം മാറട്ടെ, പ്രകാശമുണ്ടാകട്ടെ. അന്ധകാരം മാറട്ടെ, പ്രകാശമുണ്ടാകട്ടെ. പാപരോഗ പൈശാചിക പീഡകൾ എല്ലാ മക്കളും വിട്ടുപോകട്ടെ. എല്ലാ കുടുംബങ്ങളും വിട്ടുപോകട്ടെ. സാത്താന്റെ ശക്തികളെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. തലമുറകളുടെ ബന്ധനങ്ങൾ, പാപത്തിന്റെ കെട്ടുകൾ, രോഗത്തിന്റെ കെട്ടുകൾ, അസ്വസ്ഥതകൾ, മനസ്സിന്റെ വിഷമങ്ങൾ എല്ലാം ദൂരെ പോകട്ടെ. കർത്താവിന്റെ കരം വന്ന് ഇപ്പോൾ നിന്നെ സ്വതന്ത്രനാക്കുന്നു. കർത്താവിന്റെ കരം വന്ന് നിന്നെ വിടുതൽ തരുന്നു. നിന്നെ വിശുദ്ധീകരിക്കുന്നു. നിന്റെ കണ്ണുനീരൊപ്പുന്നു. നിന്റെ ദുഃഖങ്ങൾ മാറ്റുന്നു. നിന്റെ പൈശാചിക പീഡ അഴിഞ്ഞു പോകട്ടെ. എല്ലാ യുവാക്കളും യുവതികളും വിശുദ്ധീകരിക്കപ്പെട്ടു. കരങ്ങൾ തുറന്നു പിടിച്ച്, കരങ്ങൾ തുറന്നു പിടിച്ച് ഈശോയ്ക്ക് ജീവിതം കൊണ്ട് കൊടുക്കട്ടെ. ഈശോ ഏറ്റെടുക്കണം. ഈശോ ഇവിടെ എല്ലാ ആകുലതകളും വിഷമങ്ങളും ഈശോ കൊടുത്ത് പ്രാർത്ഥിക്കണം. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ, സ്വന്തമേ, അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. സ്നേഹമേ, സ്വന്തമേ, അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. കരമുയർത്തി ആരാധന, ആരാധന, ആരാധന,
മാനസാന്തരം ഉണ്ടാകട്ടെ. പാപശക്തികൾ വിട്ടുപോകട്ടെ. അസ്വസ്ഥതകളെല്ലാം ഹൃദയങ്ങളെ വിട്ടുപോകട്ടെ. ബന്ധനങ്ങൾ മുഴുവൻ അടിഞ്ഞു പോട്ടെ. രോഗപീഠകൾ വിട്ടുപോകട്ടെ. നിരാശ വിട്ടുപോകട്ടെ. സമാധാനത്തിൽ വെളിപ്പെടുത്തിരുന്നു. അത് ശക്തമായി വെളിപ്പെടുത്തുന്നു. തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പെട്ട് കിട്ടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തട്ടല് സംബന്ധമായ രോഗത്താൽ വലയുന്ന മക്കളെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു. പ്രത്യേക സുഖപ്പെടുത്താൻ വെളിപ്പെട്ട് കിട്ടുന്നു. ജോലി മേഖല തടസ്സം അനുഭവിക്കുന്ന മക്കള്, ജോലി തകർച്ചകള്, കുടുംബ തകർച്ചകൾ നിറയുന്ന മക്കള് കർത്താവ് സ്പർശിച്ച് സൗഖ്യം കൊടുക്കുന്ന വെളിപ്പെട്ട് കിട്ടുന്നു. ഇപ്പോൾ പൈശാചിക ബന്ധനങ്ങൾ അഴിയുന്നായിട്ട് വെളിപ്പെട്ട് കിട്ടും. യേശുനാമത്തെ അഴിഞ്ഞു പോകണം. യേശുനാമത്തെ കട്ടഴിയുന്ന വെളിപ്പെടും. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും, മുട്ടുവൻ നിങ്ങൾ തുറന്നു ലഭിക്കുക തന്നെ ചെയ്യും. ഈ സമയത്ത് കർത്താവ് തരുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവ് ആസ്വദിക്കട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ. ഈ ധ്യാനത്തിന്റെ നിമിഷത്തിൽ ദൈവിക കൃപകൾ കൊണ്ടു തരട്ടെ. ഹല്ലേലൂയ, 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 കർത്താവ് ആസ്വദിക്കുന്നു. കർത്താവിന്റെ വലിയ ആശീർവാദം സ്വീകരിച്ച് അഭിഷേകവും കൃപയും നമുക്ക് നേടിയെടുക്കാം. ദൈവം തന്ന വലിയ കൃപയ്ക്ക് നമ്മൾ നന്ദി പറയാം. തടസ്സങ്ങളും ബന്ധനങ്ങളും കെട്ടുകളും അടിച്ച് നമ്മെ സ്വതന്ത്രനാക്കി കർത്താവ് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ സ്തുതി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.